To view this video in English, please click the link given above. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്നതാണ്. രണ്ട് തരത്തിലുള്ള ഡിവിഷനുകൾ നമ്മൾ പഠിച്ചു, മൈറ്റോസിസും മയോസിസും. ഇനി നമുക്ക് മയോസിസ് അഥവാ ഊനഭംഗം എന്താണെന്ന് പഠിക്കാം. ഇവിടെ ക്രോമസോം നമ്പറിൻ്റെ എണ്ണം പകുതിയായി കുറയുന്നു. നമ്മൾ നേരത്തെ പഠിച്ച മൈറ്റോസിസിൽ ക്രോമസോം നമ്പറിൻ്റെ എണ്ണം സ്ഥിരമായിട്ടിരിക്കും. അതായത് മദർ സെല്ലിന് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന സെല്ലിന് ഇപ്പോൾ 23 പെയേഴ്സ് ഓഫ് ക്രോമസോം ഉണ്ടെങ്കിൽ ഡോട്ടർ സെൽസിലും എത്ര കാണും? ഓരോരുത്തരിലും 23 പെയേഴ്സ് അഥവാ 46 ക്രോമസോംസ് ഉണ്ടായിരിക്കും. അതേസമയം ഈ ഒരു തരത്തിലുള്ള ഡിവിഷൻ നടക്കുമ്പോൾ, അതായത് മയോസിസ് അഥവാ ഊനഭംഗം നടക്കുമ്പോൾ ക്രോമസോം നമ്പർ പകുതിയാകും. അതായത് അണ്ടർഗോ ചെയ്യുന്ന മദർ സെല്ലിൽ 23 പെയേഴ്സ് ഓഫ് ക്രോമസോംസ് ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഡോട്ടർ സെൽസിൽ എത്ര ക്രോമസോമേ ഉണ്ടാവുള്ളൂ? 23 വീതമേ ഉണ്ടാകുള്ളൂ. അതായത് 23 പെയറില്ല, 23 വീതമേ ഉണ്ടാകുള്ളൂ. അതിനെയാണ് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെവിടെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സെൽസ് അഥവാ ജേം സെൽസിലാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ നോൺ റീപ്രൊഡക്റ്റീവ് സെൽസ്, അതിനെ നമ്മൾ പറയുന്നത് സൊമാറ്റിക് സെൽസ് എന്നാണ്. അവയിലെല്ലാം നടക്കുന്നത് മൈറ്റോസിസ് ആണ്. റീപ്രൊഡക്റ്റീവ് സെല്ലിനുള്ളിൽ മാത്രമാണ് മയോസിസ് നടക്കുന്നത്. അവിടെ നമ്മുടെ സെൽസ് ഡിപ്ലോയിഡ് ആണ്. അതായത് 2n എന്ന് എഴുതും അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ ക്രോമസോമും 2 ഉണ്ട്. ഫസ്റ്റ് ക്രോമസോം 2, സെക്കൻഡ് ക്രോമസോം 2, തേർഡ് ക്രോമസോം 2, 21ാമത്തെ 2, 22ാമത്തെ 2, 23ാമത്തെ വരെ നമുക്ക് 2 വീതം ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് 2 കിട്ടിയത്? ഒന്ന് നമ്മുടെ പെറ്റേണൽ കോപ്പി, അച്ഛൻ്റെ നിന്ന് ലഭിച്ചതാണ്. മറ്റേത് നമ്മുടെ മെറ്റേണൽ കോപ്പി അഥവാ അമ്മയുടെ നിന്ന് ലഭിച്ച ക്രോമസോം. അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സാണ് നമ്മുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ മയോസിസ് നടക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരു സെറ്റ് നമുക്ക് കിട്ടുള്ളൂ. അത് എക്സാക്ട്ലി ഒരു പെറ്റേണൽ അല്ലെങ്കിൽ മറ്റേ അങ്ങനെയല്ല, റാൻഡമായിട്ട് 23 ഡോട്ടർ സെല്ലിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ ഗാമീറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഗാമീറ്റ്സിൽ എത്ര ക്രോമസോംസേ ഉള്ളൂ? എല്ലാത്തിൻ്റെയും ഒരു കോപ്പിയെ കാണുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹാപ്ലോയിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിപ്ലോയിഡ് സെല്ലാണ് മയോസിസ് നടക്കുന്നത്, ഹാപ്ലോയിഡ് ആയിട്ട് മാറുന്നു. ഇനി ഹാപ്ലോയിഡ് സെല്ല് മയോസിസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇനിയൊന്ന് പകുതിയാവുന്ന ആലോചിച്ച് നോക്കി, 23 പകുതി 11 ആകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഓർത്ത് വെക്കുക, ഡിപ്ലോയിഡ് സെൽസ് മയോസിസ് വഴി ഹാപ്ലോയിഡ് ഗാമീറ്റ്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഗാമീറ്റ്സ് ഉണ്ടാകുന്ന ഡിവിഷനെയാണ് നമ്മൾ മയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ മയോസിസ് നടക്കുന്ന സെൽസിനെ പറയുന്ന പേരാണ് മയോസൈറ്റ്. സൈറ്റ് മീൻസ് സെല്ല്. അപ്പോൾ മയോസിസ് നടക്കുന്ന സെൽസ് ആണ് മയോസൈറ്റ്സ്. അത് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ക്രോമസോം നമ്പർ ഹാഫായിട്ട് മാറുന്നു. അതൊരു റിഡക്ഷൻ ഡിവിഷൻ തന്നെയാണ്. അതിനുശേഷമുള്ള രണ്ടാമത്തെ സ്റ്റേജിൽ അതൊരു മൈറ്റോസിസ് പോലെ ആ സെയിം നമ്പറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് മൈറ്റോസിസ് പഠിച്ചാൽ നമുക്ക് ആ സ്റ്റേജ് എളുപ്പമായിരിക്കും. അപ്പോൾ മയോസിസിനെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു, മയോസിസ് 1ഉം മയോസിസ് 2ഉം. കാരണം ഇത് കുറച്ചും കൂടി കോംപ്ലക്സ് ആണ് മറ്റേതിനെ അപേക്ഷിച്ച്. ഏതിനെ അപേക്ഷിച്ച്? നമ്മുടെ മൈറ്റോസിസിനെ അപേക്ഷിച്ച്. ഇനി മൈറ്റോസിസിലെ സ്റ്റെപ്സ് ഏതൊക്കെയായിരുന്നു? പ്രോഫേസ്, മെറ്റാഫേസ്, ആനാഫേസ്, ടീലോഫേസ്. ഇവിടെ അത് തന്നെയാണ്, പക്ഷെ നമ്മൾ നമ്പറും കൂടി കൊടുക്കും. മയോസിസ് 1ൽ പ്രോഫേസ് 1, മെറ്റാഫേസ് 1, ആനാഫേസ് 1, ടീലോഫേസ് 1. പ്രോഫേസ് 2ൽ വരുമ്പോഴോ പറഞ്ഞേ? പ്രോഫേസ് 2, മെറ്റാഫേസ് 2, ആനാഫേസ് 2, ടീലോഫേസ് 2. ഓക്കെ. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഏത് നടക്കണം? ഇന്റർഫേസ്, പ്രിപ്പറേറ്ററി സ്റ്റേജ്. അവിടെ സെല്ല് വളരുന്നതും സെല്ലിൻ്റെ ആ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതും ഒക്കെ നടക്കുന്നുണ്ട്. അതിന് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഈ സൈറ്റോകൈനസിസും അതിന് മുമ്പുള്ള ഇന്റർഫേസ് എല്ലാം കോമൺ ആണ്. നമ്മൾ ആ ന്യൂക്ലിയസിൻ്റെ ഡിവിഷൻ മാത്രമാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി മയോസിസ് 1ലെ ആദ്യത്തെ സ്റ്റേജായ പ്രോഫേസ് 1ലേക്ക് കടക്കാം. മയോസിസ് 1ലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫേസ് ആണ് അതിലെ പ്രോഫേസ് 1. അപ്പോൾ ഇനി പ്രോഫേസ് ഫേസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഇതൊരു വളരെ ലോങ് ഫേസ് ആയതുകൊണ്ട് ഇതിനകത്ത് ഒത്തിരി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ അതുകൊണ്ട് ഇതിനെ പല സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് 5 സബ് സ്റ്റേജസ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ലെപ്റ്റോണിമ, സൈഗോണിമ, ടാക്കിനിമ, ഡിപ്ലോണിമ ആൻഡ് ഡയാകൈനസിസ്. അപ്പോൾ നമുക്കിതിനെ മറ്റൊരു തരത്തിലും പറയാം: ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കീറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്. അതിൽ ലെപ്റ്റോണിമ എന്ന് പറഞ്ഞാൽ എന്താണ്? തിൻ ത്രെഡ് സ്റ്റേജ് എന്നാണ് പറയുന്നത്, അഥവാ ലെപ്റ്റോട്ടീൻ. അത് കഴിഞ്ഞിട്ട് സൈഗോണിമ ഓർ സൈഗോട്ടീൻ. അപ്പോൾ ഇതിനെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഒരു ചെറിയ നിമോണിക്സ് ഉപയോഗിക്കാം. ലൂസി ദ സീബ്ര പാക്ഡ് ഡങ്കിൻ ഡോണറ്റ്സ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഈ ലെപ്റ്റോണിമ സ്റ്റേജ്, അതായത് ബിഗിനിങ് ഓഫ് ദ പ്രോഫേസ് ആണ് അല്ലേ? പ്രോഫേസ് തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജായ ലെപ്റ്റോട്ടീനിൽ അഥവാ തിൻ ത്രെഡ് സ്റ്റേജിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്?
അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ ന്യൂക്ലിയസും ക്രോമസോമും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതിന് ചുറ്റും എന്തുണ്ട്? സെൽ മെമ്പറൈൻ, സൈറ്റോപ്ലാസം, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ന്യൂക്ലിയസ് മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ക്രോമസോംസ് എല്ലാം ആദ്യത്തെ സ്റ്റേജിൽ എന്താ ഉള്ളത്? ക്രൊമാറ്റിൻ അല്ലേ? ക്രൊമാറ്റിൻ കിടപ്പുണ്ട്. ആ ക്രൊമാറ്റിൻ എല്ലാം കണ്ടൻസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ക്രോമസോംസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് 23 പെയേഴ്സ് ഉണ്ട്. ഞാനിവിടെ 2 പെയേഴ്സ് അഥവാ 4 കാണിച്ചിട്ടുള്ളൂ. വയലറ്റിൻ്റെ 2, ചുവപ്പിൻ്റെ 2. ഞാൻ എന്തിനാണ് 2 കളേഴ്സ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ, ഈ വയലറ്റ് ഉദ്ദേശിക്കുന്നത് പെറ്റേണൽ അല്ലെങ്കിൽ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത്, റെഡ് അമ്മയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. ഇനി നിങ്ങൾക്ക് തിരിച്ചു വേണമെങ്കിൽ അങ്ങനെ റെഡ് അച്ഛൻ്റെ, വയലറ്റ് അമ്മയുടെ, എന്തോ ആയിക്കോട്ടെ. ഒന്ന് പെറ്റേണലും ഒന്ന് മെറ്റേണലും. അപ്പോൾ നമുക്കറിയാം അച്ഛൻ്റെ ഫസ്റ്റ് ക്രോമസോമിന് കറസ്പോണ്ടിങ് ആയിട്ട് അമ്മയുടെ ഉണ്ട്, അതേപോലെ അച്ഛൻ്റെ സെക്കൻഡ് ക്രോമസോമിന് കറസ്പോണ്ടിങ് ആയിട്ട് അമ്മയുടേതും ഉണ്ട്. അപ്പോൾ രണ്ടും പെയ്ഡാണെന്ന് മനസ്സിലായി. അപ്പം നമ്മുടെ കാര്യത്തിൽ ഇത് 23 സെറ്റ് ഉണ്ടെന്ന് ആലോചിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റേജായ ലെപ്റ്റോട്ടിയിൽ എന്താ സംഭവിക്കുന്നത്? ഇവരുടെ ക്രോമസോംസ് എല്ലാം ക്രൊമാറ്റിൻ മെറ്റീരിയൽ കണ്ടൻസ് ചെയ്തിട്ട് റോഡ് ഷേപ്ഡ് ക്രോമസോം ആയിട്ട് അത് നമ്മുടെ ന്യൂക്ലിയോപ്ലാസത്തിൽ, അതായത് ന്യൂക്ലിയസിനകത്ത് സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റേജായ സൈഗോട്ടീൻ അഥവാ സൈഗോണിമ സ്റ്റേജ്. സൈഗോണിമ എന്ന് പറയുന്നത് നമ്മുടെ പെയറിംഗ് ഓഫ് സ്റ്റേജാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചു വരാൻ പോവുകയാണ്. അച്ഛൻ്റെ അമ്മയുടെ ക്രോമസോം പലയിടത്തായിട്ട് കിടന്നു. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ ഒന്നിച്ചു വരികയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഫസ്റ്റും ഒന്നിച്ചു വരും. ഓക്കെ, സെക്കൻഡും ഒന്നിച്ചു വരും. നല്ല അവർക്ക് പെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപോലത്തെ ആൾക്കാർ തമ്മിലല്ലേ കൂട്ടുകൂടേണ്ട. അപ്പോൾ ഒരേപോലത്തെ രണ്ടും ഒന്നിച്ച് വന്നു. നമുക്കിങ്ങനെ 23 പേരുണ്ടെന്നായിരിക്കണം. 23 സെറ്റ് ഉണ്ടാവും. ഓക്കെ, ഇതുപോലെ. അപ്പോൾ ഇതിൽ ഒന്ന് പെറ്റേണൽ കോപ്പി, ഒന്ന് മെറ്റേണൽ കോപ്പി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പെറ്റേണൽ ഒരു മെറ്റേണൽ കോപ്പി നമ്മൾ പറയുന്ന പേരാണ് ഹോമോലോഗസ് ക്രോമസോം. അതായത് ഒരേ ക്രോമസോമിൻ്റെ പെറ്റേണൽ മെറ്റേണൽ കോപ്പി, അച്ഛൻ്റെ അമ്മയുടെ കോപ്പി പറയുന്ന പേരെന്താണ്? ഹോമോലോഗസ് ക്രോമസോംസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ഹാപ്പൻ. അപ്പോൾ ഇതിപ്പോൾ ഒരു ക്രോമസോം ആണെന്ന് വിചാരിക്കുക. പകുതി എനിക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ. ഇങ്ങോട്ട് 2 ഉണ്ടെന്ന് വിചാരിക്കുക അല്ലേ? ഇത് 2 ക്രോമാറ്റിഡ്സ് ആണ്. ഇത് സെൻട്രോമിയറാണ്. ഇവിടുന്ന് 2 ഉണ്ടെന്ന് കരുത്. ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് അമ്മയുടെ എന്ന് വെച്ചോ, കാരണം നെയിൽ പോളിഷ് കിട്ടിയിരിക്കുന്ന അമ്മ. ഇത് അച്ഛനാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇവിടെ എന്ത് പറ്റി? ഇത് രണ്ടും ഒന്നിച്ച് വരും. ഓക്കെ, ഇവിടെ നമ്മൾ വരച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചെങ്കിലും ആക്ച്വലി വൺ ഓൺ ടോപ്പ് ഓഫ് ദി അതർ, ഒന്നിൻ്റെ പുറത്താണ് വരുന്നത്. അപ്പോൾ ഇവരിനി വിട്ടുപോകാതിരിക്കാൻ എന്ത് പറ്റണം? ഈ അട്രാക്ഷൻ ഉണ്ടല്ലേ, ഇപ്പം അട്രാക്ഷൻ കൊണ്ടല്ലേ ഒന്നിച്ച് വന്നത്. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ലാഡർ പോലെ, നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാം, ഒരു ലാഡർ പോലെ ഒരു പ്രോട്ടീൻ കൊണ്ടൊരു സ്ട്രക്ചർ ഉണ്ടാവും. ഇവരെ ഒന്ന് ബൈൻഡ് ചെയ്ത് നിർത്തുക, ഇവർ ഓടിപ്പോകാതിരിക്കാൻ. അപ്പോൾ അതിൻ്റെ പേരാണ് എന്ത്? സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. അപ്പോൾ ഇവർ ഒന്നിച്ച് ഹോമോലോഗസ് ക്രോമസോംസ് പെയർ ചെയ്യുമ്പോൾ അവയ്ക്ക് ഇടയ്ക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാകും. അതിനെ പറയുന്ന പേരാണ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. അപ്പോൾ ഇങ്ങനെ ഈ പെയറിങ്ങിനെ പറയുന്ന പേരാണ്, ഈ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് കൊണ്ട് അവർ പെയർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സിനാപ്സിസ്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സിനാപ്സിസ്. ആ ഒരു ജോയിനിങ് ആണ് സൈനാപ്സ്. അപ്പോൾ ഓർത്തോളൂ, ഈ സമയത്ത് ചുറ്റും ന്യൂക്ലിയർ മെമ്പറൈനും ന്യൂക്ലിയോലസും ഒക്കെ ഉണ്ട്. അവരൊക്കെ അവിടെ തന്നെയുണ്ട്. ഇതിനകത്താണ് ഇവരെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒന്നിൻ്റെ പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇനി ആ സമയത്ത് എന്ത് സംഭവിക്കും? എക്സ്ചേഞ്ച് ഓഫ് പാർട്സ് നടക്കും. അതായത് ഞാനിപ്പോൾ ഒരു ക്രോമസോം ഇങ്ങനെ വരച്ച് കാണിക്കാം, ഡീറ്റെയിൽ വ്യൂ. ഓക്കെ, ഇത് ഞാനിങ്ങനെ ഈസി ആയിട്ട് വരച്ചതാണ്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ അല്ലേ? അപ്പോൾ ഇവർ ഒന്നിച്ചാണെന്ന് മനസ്സിലായി. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യാൻ തുടങ്ങും ഇങ്ങനെ. ഓക്കെ, ഇപ്പോൾ 2 സ്ഥലത്ത് ഞാനത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇവരെന്ത് ചെയ്യും? സ്നേഹം കൂടി അവരങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും. ഓക്കെ, അമ്മ പറയും ഇത് ഇത്തിരി അങ്ങ് വെച്ചോ. അപ്പോൾ അച്ഛൻ പറയും എന്നാൽ നീ ഇത് എടുത്തോ. അങ്ങനെ അച്ഛനും അമ്മയും തമ്മിൽ അത് പാർട്സ് എക്സ്ചേഞ്ച് ചെയ്യും. അതേപോലെ അച്ഛൻ പറയും ഇത് വെച്ചോളൂ. അപ്പോൾ അച്ഛൻ എന്ത് കിട്ടി? അമ്മയുടെ ആ റെഡ് കളർ കിട്ടി, അച്ഛൻ്റെ ആ വയലറ്റ് പാർട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ രണ്ടും പാർട്സ് എക്സ്ചേഞ്ച് ചെയ്തു. അതായത് ക്രോമസോം തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തു. എന്ത്? ചില പാർട്സ് മാത്രം അവ ചേർന്ന സ്ഥലത്ത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ പുതിയ ക്രോമസോം എങ്ങനെ ഇരിക്കും? ഇത് തന്നെ വരച്ച് കാണിക്കാം. അല്ലേ? ഇവിടെ വൈകിട്ട് ഇവിടെ റെഡ്. അത് എക്സ്ചേഞ്ച് ആയിരുന്നു. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്രോസിംഗ് ഓവർ. അത് നടക്കുന്ന ഏത് സ്റ്റേജിലാണ്? പാക്കിറ്റീൻ സ്റ്റേജ് അഥവാ പാക്കിനീമയിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. അതായത് എക്സ്ചേഞ്ച് ഓഫ് ക്രോമസോംസ് പാർട്ട് നടക്കുന്നത്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ? ഇപ്പോൾ ഒരു കുട്ടിയിലേക്ക് പോകുന്ന ഗാമീറ്റിൽ, ഇത് ഗാമീറ്റ് ഉണ്ടാകാനുള്ള ഡിവിഷനാണല്ലോ, ആ കുട്ടിയെ റിസീവ് ചെയ്യുന്ന ഗാമീറ്റിൽ ഇതാണ് കോമ്പിനേഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതൊരു പെറ്റേണൽ കോപ്പിയാന്ന് വെക്കുക. പക്ഷെ ആ പെറ്റേണൽ കോപ്പി വരുമ്പോഴും ചില പാർട്ട് അമ്മയുടെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, ജീൻ അല്ലേ? ഇതുപോലെ 23 കിട്ടും, അത് ഓർത്തോളുക. പക്ഷെ എന്നാലും
എൻറ്റയർലി ഒരു ക്യാരക്ടറുള്ള മിക്സിംഗ് അപ്പ് വരുന്നുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വേരിയേഷൻസ് ഉണ്ടാകുന്നത് അച്ഛനും അമ്മയിൽ നിന്ന് കുട്ടി വ്യത്യസ്തമാണ്, കുട്ടിയിൽ നിന്ന് സിബ്ലിംഗ്, അതായത് നമ്മുടെ കൂടെപ്പിറപ്പ് രണ്ടുപേർക്കും ഒരേ അച്ഛനും അമ്മയും നമ്മൾ ഒരുപോലെയാണ് ഇരിക്കുന്നത് അല്ല അല്ലേ, സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ഐഡൻറ്റിക്കൽ അല്ല. അപ്പോൾ അത് ഈ ഒരു ഇതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. കൂടുതൽ വേരിയേഷൻസ് ഉണ്ടാകാൻ ഇത് വളരെ വളരെ അത്യാവശ്യം ആണ്. അപ്പോൾ അതാണ് പാക്കറ്റിംഗ് സ്റ്റേജിൽ നടക്കുന്നത്. ഇനി ഇതിലൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് രണ്ടും കൂടി ഒന്നിച്ച് വരുമ്പോൾ എത്ര ക്രോമസോംസ് ചേർന്നിരിക്കുന്നത്? 2 ക്രോമസോംസ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേര് ബൈവാലന്റ്. അങ്ങനെ നമുക്ക് നമ്മുടെ കേസിൽ 23 ബൈവാലന്റ് ഉണ്ടാകും. ഇനി ഓരോ ബൈവാലന്റിലും എത്ര ക്രോമാറ്റിഡ്സ് ഉണ്ട്? ഒരു ക്രോമസോമിന് 2 ക്രോമാറ്റിഡ് അല്ലേ, അതുപോലെ 2 എണ്ണം വരുമ്പോൾ 4 ക്രോമാറ്റിഡ്. അപ്പോൾ അതിനെ നമ്മൾ ടെട്രാഡ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ബൈവാലന്റ് അഥവാ ടെട്രാഡ് ഏത് സ്റ്റേജിലാണ് നമ്മൾ ഉണ്ടാകുന്നത്? സൈഗോട്ടീൻ സ്റ്റേജിൽ. അത് കഴിഞ്ഞിട്ട് പാക്കറ്റിൻ സ്റ്റേജിൽ നടക്കുന്നത് എന്താണ്? ക്രോസിംഗ് ഓവർ. ഓർത്ത് വയ്ക്കുക, ക്രോസിംഗ് ഓവർ വെയർ ദ പാർട്സ് ആർ എക്സ്ചേഞ്ച്, സോ റീകോമ്പിനേഷൻ ഹാപ്പൻസ്, അല്ലെങ്കിൽ പുതിയ കോമ്പിനേഷൻ ഓഫ് ജീൻസ് ഉണ്ടാകുന്നു. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ DNA അല്ലേ, ഇത് ക്രോമസോം ഉണ്ടാക്കിയിരുന്ന DNA. അപ്പോൾ DNAക്കകത്തുള്ള പ്രോട്ടീൻ കോഡിന്റെ പാടിനെ ജീൻ എന്ന് പറയും അല്ലേ. ഇതിപ്പോൾ ജീൻസ് ആണെന്ന് വിചാരിക്കുക, ഈ വെള്ള 1 2 3 4 ഞാൻ നമ്പർ ചെയ്താൽ ഫസ്റ്റ് ജീനിന്റെ കറസ്പോണ്ടിങ് ജീൻ അമ്മയുടെ കയ്യിലുണ്ട്. സെക്കൻഡ് ഇതാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് അമ്മയുടെ കയ്യിലുണ്ട്. തേർഡ് ആണെങ്കിൽ അത്. അപ്പോൾ ഈ കറസ്പോണ്ടിങ് ജീനിനെ നമ്മൾ എന്ത് പറയും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോംസിനെ നമ്മൾ എന്ത് പറയും? അല്ലീൽസ് അല്ലെ. ജീനിന്റെ ഡിഫറെൻറ്റ് ഫോം പറയുന്ന പേരാണ് അല്ലീൽസ്. അപ്പോൾ അല്ലീൽസ് ആണ് ഒന്നിച്ച് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ജീൻസ് അഥവാ അല്ലീൽസ് ആണ് എക്സ്ചേഞ്ച് ആവുന്നത്. പിന്നെ വരുന്നത് ഡിപ്ലോട്ടിൻ സ്റ്റേജ്. ഡിപ്ലോട്ടിൻ സ്റ്റേജ് ആകുമ്പോൾ ഇവരുടെ അട്രാക്ഷൻ ഒക്കെ കഴിഞ്ഞു, ഇവർ എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞു, ഇനി അടിപിടിയായി, റിപ്പൾഷനായി, ദേഷ്യമായി, വഴക്കായി. എന്ത് പറ്റി? അവർ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ സെപ്പറേറ്റ് ചെയ്തെങ്കിലും ഇവർ ക്രോസിംഗ് ഓവർ നടന്ന ഭാഗം ഇപ്പോഴും ചേർന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ പുറത്തുനിന്ന് ഇങ്ങനെ മാറുമ്പോൾ എന്ത് പറ്റും? ഇവിടെ ഇങ്ങനെ ലോക്കാണ് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൈ വെച്ച് പറഞ്ഞാൽ നമുക്ക് കൈ ഇങ്ങനെ ആം ക്രോസ് ചെയ്തിരിക്കുന്ന പോലെ. അപ്പോൾ ബാക്കി വിട്ടു, റിപ്പലായി, പക്ഷേ ഈ കൈയുടെ അവിടെ അത്രയും ക്രോസ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ വന്നല്ലേ. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് എന്ത്? കയാസ്മേറ്റ. ഇനി അത് വിട്ട് സിനാപ്റ്റോഡമൽ കോംപ്ലക്സ് മുഴുവൻ ഡിസോൾവ് ആയിട്ട് ഈ സിനാപ്സും കൂടെ ഈ കയാസ്മേറ്റയും കൂടെ ബ്രേക്ക് ചെയ്ത് പോവും. ഇത് ഇങ്ങനെ വന്ന് എൻഡിലേക്ക് വന്ന്, അതായത് ഈ കൈ വീണ്ടും അകന്നു പോവില്ല, റിപ്പൽഷനാണ്, അകന്ന് വന്നിട്ട് കൈ മാത്രം പിടിക്കും, എന്നിട്ട് വിടുകയാണ്. അപ്പോൾ അതെന്തായി? ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ് എവിടെ നടക്കും? ഡയകൈനസിസിൽ നടക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ ക്വിക്കായിട്ട് പറഞ്ഞാൽ, ലെപ്റ്റോട്ടിൻ സ്റ്റേജിൽ ക്രോമാറ്റിൻ മെറ്റീരിയൽ കണ്ടൻസ് ചെയ്ത് ക്രോമസോമായിട്ട് മാറി. രണ്ടാമത്തെ സ്റ്റേജായ സൈഗോട്ടിനിൽ ഹോമോലോഗസ് ക്രോമസോംസ് പെയർ ചെയ്യുന്നു. അത് ഒരു സിനാപ്റ്റോഡമൽ കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. ഈ പ്രോസസ് ഓഫ് പെയറിങ്ങിനെ പറയുന്നതാണ് സിനാപ്സിസ്, അല്ലെങ്കിൽ ഈ 2 ക്രോമസോം ചേർന്നിരിക്കുന്നതിന് നമ്മൾ സൈനാപ്സ് എന്ന് പറയും. ഇനി അത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന എന്താണ്? സിനാപ്റ്റോഡമൽ കോംപ്ലക്സ്. പിന്നെ ഈ ഒരു സ്റ്റേജിൽ ഇതിനെ നമ്മൾ ബൈവലൻ്റ് എന്ന് പറയും, അല്ലെങ്കിൽ അതിന് 4 ക്രോമാറ്റിഡ് ഉള്ളതുകൊണ്ട് ടെട്രാഡ് എന്നും പറയുന്നു. അടുത്ത പാക്കറ്റിംഗ് സ്റ്റേജ് വരുമ്പോഴേക്കും ഇവ പാർട്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ക്രോസിംഗ് ഓവർ ഇസ് ഹാപ്പനിങ്. എൻ്റെ പേരാണ് ക്രോസിംഗ് ഓവർ. പാർട്സ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ അല്ലീൽസ് എക്സ്ചേഞ്ച് ആവുന്നു. ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ റിപ്പൽഷൻ നടന്നിട്ട് ഒരു കയാസ്മേറ്റ, എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യും കയാസ്മേറ്റ. ഡയകൈനസിസ് വരുമ്പോൾ കയാസ്മേറ്റ കംപ്ലീറ്റ്ലി അത് പോവും. അതിനെ പറയുന്ന പേരാണ് ടെർമിനലൈസേഷൻ ഓഫ് ദി കയാസ്മേറ്റ. ഇനി ഡയകൈനസിസ് വരുമ്പോഴേക്കും പ്രോഫേസ് തീരുകയാണ് അല്ലേ. അപ്പോൾ പ്രോഫേസിൽ നമ്മൾ മൈറ്റോസിസ് പഠിച്ച പോലെ വേറെ ചില കാര്യങ്ങൾ നടക്കണ്ടേ. ന്യൂക്ലിയോളസ് ഡിസപ്പിയർ ചെയ്യണം, ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ചെയ്തു. ഒപ്പം തന്നെ നമ്മുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഈ സെൻട്രിയോൾസ് പോൾസിലെത്തിയിട്ട് സ്പിൻഡിൽ ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. പ്രോഫേസ് 1 കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന എന്താണ്? മെറ്റാഫേസ് 1 അല്ലേ. മെറ്റാഫേസ് 1ന്റെ സമയത്ത് ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെ വന്ന് സെൻട്രോമിയറിൽ കൈനറ്റോകോറിൽ അറ്റാച്ച് ആകും. അതേസമയം ഇവിടെ ഹോമോലോഗസ് ക്രോമസോംസ് പെയർ ചെയ്ത് ഇക്വേറ്ററിൽ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഒന്ന് മൈറ്റോസിസ് ഓർത്ത് നോക്കൂ. അവിടെ എങ്ങനെയായിരുന്നു? ഇപ്പം 4 ക്രോമസോംസ് ഉണ്ടായിരുന്നെങ്കിൽ 4 പേരും ഒരൊറ്റ ലൈനിലായിരുന്നു അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, പെയറായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ 2 അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര വരും? 23 വരുള്ളൂ. മൈറ്റോസിസിലായിരുന്നപ്പോൾ 46 വന്ന് ഒറ്റ ലൈനിൽ നിൽക്കുമായിരുന്നു. അതാണ് ഡിഫറൻസ്. ഇനി മെറ്റാഫേസിൽ അപ്പോൾ പറയുമ്പോൾ മൈറ്റോസിസ് പറയണം ക്രോമസോംസ് അലൈൻഡ് അറ്റ് ദ ഇക്വേറ്റർ. ഇവിടെ എങ്ങനെ പറയാം? ഹോമോലോഗസ് ക്രോമസോംസ് ആർ അലൈൻഡ് അറ്റ് ദ ഇക്വേറ്റർ. മനസ്സിലായില്ലേ? ഇനി നമ്മൾ അനാഫേസിലോട്ട് വരികയാണ്. അനാഫേസിൽ വരുമ്പോഴും ഡിഫറൻസ് ഉണ്ട്. അതായത് ഇവിടെ ഈ ഹോമോലോഗസ് പെയേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. 2 ക്രോമസോം ഇങ്ങോട്ട് പോയി, 2 ക്രോമസോംസ് ഇങ്ങോട്ട് വന്നു. സോ ഹോമോലോഗസ് പെയേഴ്സ് ആർ സെപ്പറേറ്റഡ്. അവിടെയായിരുന്നെങ്കിലോ ക്രൊമാറ്റിഡ്സ് വെയർ സെപ്പറേറ്റഡ്. അതായത് ഒരു ക്രോമസോമിന് 2 ക്രൊമാറ്റിഡ് ഉണ്ടെങ്കിൽ ആ ക്രൊമാറ്റിഡ്സിനെയാണ് സെപ്പറേറ്റ് ചെയ്തിരുന്നത്.
അതാണ് അതിൻ്റെ വ്യത്യാസം. മനസ്സിലായില്ലേ? അപ്പോൾ ക്രൊമാറ്റിക്സ് ആർ സെപ്പറേറ്റഡ് ഡ്യൂറിങ് ദിസ് ഫേസ്. ആസ് എ റിസൾട്ട് ഇവിടെ അവിടെ ക്രൊമാറ്റിക്സ് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് സെയിം നമ്പർ. ഇപ്പോൾ 46 ക്രോമസോം നിൽക്കുന്നു. 46 എണ്ണത്തിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ 46 അങ്ങോട്ടും 46 ഇങ്ങോട്ടും. സോ സെയിം നമ്പറായി. ഇവിടെ അങ്ങനെയല്ല, 4 ഉണ്ടായിരുന്നു. 4 രണ്ട് പെയറായിട്ടാണ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ 2 എണ്ണം ഇങ്ങോട്ട് പോയി, 2 എണ്ണം ഇങ്ങോട്ട് പോയി. അപ്പോൾ എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. അപ്പം നമ്പർ എത്രയും ഹാഫായി. അപ്പോൾ റിഡക്ഷൻ എവിടെയാണ് നടക്കുന്നത്? അനാഫേസി വെച്ചിട്ടാണ് റിഡക്ഷൻ നടക്കുന്നത്. അപ്പം ഡിഫറൻസ് ബിറ്റ്വീൻ അനാഫേസ് 1 ആൻഡ് അനാഫേസ് ചോദിക്കാം. ഓക്കെ, അനാഫേസ് 1 ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ്. അനാഫേസിൽ ഓഫ് മൈറ്റോസിസിൽ ക്രൊമാറ്റിഡ്സ് ഓഫ് എ ക്രോമസോം സെപ്പറേറ്റ്. ഇനി രണ്ട് സൈഡിലെത്തി, ന്യൂക്ലിയർ മെംബ്രെയിൻ വന്ന് 2 ന്യൂക്ലിയസ് ആയി. ഈ സ്റ്റേജിനെ പറയുന്ന പേരാണ് ഡയാഡ്. ഇനി സൈറ്റോകൈനസിസ് നടക്കാതിരിക്കാം, അത് സെല്ലിൻ്റെ ഇഷ്ടം പോലെ. എന്നിട്ടത് മെയോസിസ് 2 കയറുന്നു. അപ്പോൾ ഈ സമയത്ത് ഒരു ബ്രേക്ക് എടുക്കാൻ തോന്നും. സെല്ല് വിചാരിക്കും ഓക്കെ മെയോസിസ് 1 കഴിഞ്ഞു, മെയോസിസ് 2 എനിക്ക് ഇത്രയും സമയം വേണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് വിളിക്കാം? ഇന്റർ ഫേസിൻ്റെ പോലെയുള്ളൊരു ബ്രേക്കാണ്. പക്ഷെ അത്രയും നീളമില്ല, ഇതൊരു ഷോർട്ട് ഫേസ് ആണ്. പിന്നെ ഒരു വ്യത്യാസം കൂടി ഉള്ളത്, ഇവിടെ DNA റെപ്ലിക്കേഷൻ നടക്കുന്നില്ല. അതൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. ഇനി അതിൻ്റെ അത് ആവശ്യമില്ല, ജസ്റ്റ് ഒരു ബ്രേക്കേ ഉള്ളൂ. അപ്പോൾ അതിനെ പറയുന്ന പേര് എന്താണ്? ഇന്റർകൈനസിസ്. അപ്പോൾ ഒരു സെൽ ഡിവിഷൻ, ഒരു ന്യൂക്ലിയർ ഡിവിഷൻ കഴിഞ്ഞിട്ട് അടുത്ത സെൽ ഡിവിഷൻ ഇടയ്ക്കുള്ള സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർ ഫേസ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇവിടെയാണെങ്കിലോ ഒരു മെയോസിസ് 1 മെയോസിസ് 2 ഇടയ്ക്കുള്ള സ്റ്റേജിനെ നമ്മൾ പറയുന്ന പേരാണ് ഇന്റർകൈനസിസ്. ഇനി അപ്പോൾ നമുക്ക് മെയോസിസ് 2 എന്ന് നോക്കിയാലോ. അത് എങ്ങനെയാണ്? മൈറ്റോസിസ് പോലെ തന്നെയാണ്. മെയോസിസ് 2 കടക്കുകയാണെങ്കിൽ അത് തികച്ചും മൈറ്റോസിസ് പോലെ തന്നെയാണ്. കാരണം ക്രമഭംഗമാണ് നടക്കുന്നത്. മെയോസിസ് 1 ഊനഭംഗമായിരുന്നു, റിഡക്ഷൻ ആയിരുന്നു. ഇവിടെ സെയിം നമ്പർ റിറ്റെയിൻ ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുക? പഴയതുപോലെ തന്നെ ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ ന്യൂക്ലിയോളസ് ഒക്കെ വീണ്ടും അങ്ങ് ഡിസപ്പിയർ ചെയ്ത് പോവുകയാണ്. അതിനുശേഷം ഈ ക്രോമസോംസ് എല്ലാം കൂടി ഇക്വേറ്ററിൽ അലൈൻ ചെയ്യും. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് 2 സൈഡിൽ, ഇപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഡയറക്ഷനിലാണ് എടുത്തതെങ്കിൽ ഇപ്പോൾ അതിൻ്റെ റൈറ്റ് ആംഗിൾ ടു ദാറ്റ് ആണ് ഇപ്പം ഉള്ള സ്പിൻഡിൽ ഫോം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അത് വന്നിട്ട് ഈ ക്രോമസോംസിൻ്റെ സെൻട്രോമിയറിൽ അറ്റാച്ച് ചെയ്യും. എന്നിട്ട് അലൈൻ ചെയ്തിട്ട് ഇക്വേറ്ററിൽ നിർത്തും. അപ്പം നമ്മൾ ആ സ്റ്റേജിനെ എന്ത് പറയും? മെറ്റാഫേസ് 2. അപ്പോൾ ഇവിടെ ഹോമോലോഗസ് ക്രോമസോംസ് അല്ല. ഇപ്പം 4 ക്രോമസോം ഉണ്ടെങ്കിൽ 4 അല്ലെങ്കിൽ 2 ആണെങ്കിൽ 2ഉം ഇങ്ങനെ അലൈൻ ചെയ്ത് സെൻറ്ററിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്തിട്ട് വെർട്ടിക്കലി സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ക്രൊമാറ്റിഡ്സ് 2 സൈഡിലേക്ക് വരികയാണ്. ഓക്കെ, ആ ക്രൊമാറ്റിഡ്സ് 2 സൈഡിലായിട്ട് വരുന്നത് കൊണ്ട് തന്നെ സെയിം നമ്പർ 2 ഇങ്ങോട്ടും തന്നെ പോയി. അങ്ങനെ നമുക്ക് ടോട്ടൽ എത്ര സെൽസ് ഇപ്പോൾ കിട്ടി? 4 എണ്ണം അല്ലേ. ആദ്യം 2 ന്യൂക്ലിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ 2 ന്യൂക്ലിയസ് വീണ്ടും 2 ആയി അല്ലേ. അപ്പോൾ നമുക്ക് 4 ആയി. ഇനിയിപ്പോൾ സൈറ്റോകൈനസിസ് നടന്നു കഴിയുമ്പോൾ നമുക്ക് 4 ഡോട്ടർ സെൽസ് ആണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് മെയോസിസ് 2. മൈറ്റോസിസ് പഠിച്ചൊരു കുട്ടിക്ക് മെയോസിസ് 2 വളരെ എളുപ്പമാണ്. ഞാൻ പഠിപ്പിച്ച പാഠഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാൻ എന്നെ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ലെസൺസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ.